സ്റ്റാർട്ട് ക്യാമറ ശരി ആക്ഷൻ ശരി നിനക്ക് ഫേവറേറ്റ് ക്രിക്കറ്റർ ഒന്നുമില്ലേ? ഉണ്ട് സാർ, എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെദ്ദിയാ സാർ. പെദ്ദി ആരാവൻ? അതെ സാർ, പെദ്ദി. അയ്യോ ദാരിദ്ര്യം. എന്റെ പൊന്നടാവ് ഈ പേരിട്ട തന്നെ അറിയാട്ടോ, ഒരു കാലത്തും ഗതി പിടിക്കാൻ പോളാന്ന്. എന്റെ ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സാർ. ഞാൻ ചോദിച്ചാ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ ഫേവറേറ്റ് പ്ലെയർ പെദ്ദി. ആയിക്കോട്ടെ. പെദ്ദി പെദ്ദി. എന്റെ പേര് അരുൺ കുമാർ. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സാർ. ഇവൻ ഏതായി കാട്ടു ബ്രാൻഡ്? സാറി ഇരിക്കുന്ന കല്ലിന്റെ പേര് വരെ പറ്റിയെന്നാ സാറേ. സത്യ സാറേ, പെദ്ദി 6 അടിച്ചപ്പോഴേ പന്തി ഈ കല്ലിൽ വന്ന് കൊണ്ടോണ്ടിട്ട പേരാ. നന്നായിട്ടുണ്ട്. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ ഈ ഗ്രൗണ്ടിൽ നിന്ന് അടിച്ച ഇവിടെ വന്ന് വീഴുന്നത് സ്വാഭാവികല്ലേ സാറേ? അവൻ അടിച്ചതേ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ അല്ല സാറേ. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആ ഗ്രൗണ്ട്, അതിന്റെ അടുത്ത ഗ്രൗണ്ട്, അതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്തുനിന്ന് അവൻ അടിച്ച സാറേ. അന്യായ വിടലായി പോയിട്ടോ. ഈ നാട്ടിലെ പിള്ളേരൊക്കെ പെദ്ദിയെ എങ്ങനെ കാണുന്നത് സാറിന് അറിയോ? 6 ബോളിൽ 6 സിക്സ് അടിക്കല്ലേ? ധൈര്യം ഉണ്ട് എന്റെ ബോൾ അടിക്കണം. ഇതെന്താണോ കഥകളിയാ? ഇതൊക്കെ എന്ത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരല്ലെന്ന്. ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു പറിക്ക് നോക്കിട്ട് അവിടെ ഒരു പൊടി പോലും കാണാൻ ആശാന്. എന്തടിയാണ് അടിച്ചത്? അവൻ അടിച്ചു മേലോട്ടുട്ടാ. ആര്? റൊമാൻറ്റിക് വരണ്ടടാ. ഇതിന് വാക്കുകൾ കൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാതെ വോട്ട് തന്ന് ഞങ്ങളെ വിജയിപ്പിക്കുക. എനിക്ക് അവളെ ഒരു പ്രാവശ്യമെങ്കിലും കെട്ടിപ്പിടിക്കണം. നീ ഒരു മനുഷ്യനാണ്. ഞാനൊരു വികാര ജീവിയാണ്. സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയി പോയി. അവക്കുള്ള പണിയെന്ന് ഞാൻ കൊടുക്കാം. കമ്പി കൊണ്ട് എന്ത് പണി? കമ്പിപ്പണി. ഞാനിതെങ്ങനെ പറയും? ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടനാ. ഏതോ തന്തയ്ക്ക് പെറുക്കാത്തവൻ ഇരുട്ടിട്ട് വന്ന് എന്നെ ഉമ്മ വെച്ചിട്ട് പോയടാ. ഞാൻ തന്നെ. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പച്ചക ജില്ല. അപ്പൊ എന്നെ ഉമ്മ വെച്ചത് നീ ആയിരുന്നല്ലേ? എനിക്ക് ചെയ്യേണ്ടി വന്നു. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളുടെ മേത്ത് തൊടുന്ന തെറ്റാണെന്ന് നിനക്ക് അറിയില്ല. അതിനുള്ള വിവരമൊന്നും ഇല്ല. ചേട്ടനൊന്നും വേറെ പണിയില്ലേ? പെദ്ദിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ മനസ്സറിഞ്ഞാണ് അങ്ങനെ ചെയ്തേ. പറയണ്ട, ഞാൻ ഒരു നീചനാണ്. നീ മാത്രം തൊട്ട അത് പകുതിയാവോ? ഈ അച്ഛയമ്മ കൂടെ തൊട്ടാലേ അത് പൂർണ്ണമാവും. അടിപൊളി. ഈ അച്ഛയമ്മ കൂടെ തൊട്ടാലേ അത് പൂർണ്ണമാവും. എന്റെ പെങ്ങൾ ഇങ്ങനെ യാക്കി വലിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ആഞ്ജനേയ സ്വാമി ശരണമയ്യപ്പ. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. എന്തുന്നാണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഭയങ്കരം തന്നെ. തമ്പ്യണ്ണന് ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ കളരി അല്ല ബോഡി ബിൽഡിംഗ് അല്ല മസിൽ പെരുപ്പിക്കുന്നതിന്റെ മത്സരം. അതിലേക്ക് 1 വർഷത്തെ ട്രെയിനിങ്.
എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. ഇത് തീർന്നില്ലേ? അയ്യോ കഴിഞ്ഞില്ല എന്തൊക്കെ അവരാ അതിനകത്ത് കാണിക്കുന്ന അറിയോ? അല്ല പിന്നെ ഇദ്ദേഹം ഒരു ക്രോസ് ഓവർ അത്ലറ്റാണ്. അത് വെറും ചില്ലറ അത്ലറ്റ് അല്ല, ക്രോസ് ഓവർ അത്ലറ്റ്. ഒരു മാറ്റമില്ലല്ലോ ഇവര്. അതിന് ലോജിക്കും ഇല്ല. അത് എന്തിനാ ചെയ്യുന്നോ ഇതിന്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റിന്റെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല. 3 മണിക്കൂർ ഒരു പടം കണ്ടിരുന്നിട്ടേ. ഇനി കുറച്ചു കാലം നന്നായി റെസ്റ്റ് എടുക്കാനോ? അത് നടക്കില്ല. എനിക്ക് ഫൈനൽ കളിക്കാനുള്ളതാ. സുന്ദര, ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. നിങ്ങളുടെ വലത് കാലിലെ മെയിൻ നോവ് ഇപ്പോ ഡാമേജ് ആയിരിക്കുക. നിങ്ങൾക്കിനി കളിക്കാനുള്ള യോഗ്യതയില്ല. വളരെ വളരെ സന്തോഷം. അതേതായാലും നന്നായി. എന്ത് ഇവിടെ കൈവെട്ടി കളഞ്ഞാലാ? My God, sentimental and psychological move. നിനക്കൊക്കെ പ്രാന്താണ്. ഇതിലെ നായകന് തലക്ക് സുഖമില്ല. നായകൻ എന്തൊക്കെയോ പിന്നെ അപരാധങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ബുദ്ധി അപാരം തന്നെ. ഇട്ടായിരിക്കും നീ പറഞ്ഞോളാം. കുറെ നാളുകൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. കഴിഞ്ഞ എക്സ്ട്രാ ഓർഡിനറി കഥ മൊത്തത്തിൽ കേട്ടിട്ട് എനിക്ക് നല്ല ലോജിക്കും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ട് ഒന്ന് പോയ ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ. പോട്ടെ, കൺട്രോൾ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും